നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും, അതാണ് BJP. നിങ്ങൾക്ക് അക്കാര്യത്തിൽ സംശയമുണ്ടോ? എന്നാൽ എനിക്ക് ആ സംശയമില്ല. കേരളത്തിൽ താമര വിരിയിക്കുമെന്നത് മോദിയുടെ വാക്കായിരുന്നു. വാക്കാണ് ഏറ്റവും വലിയ സത്യവും. ആ വാക്കാണ് പാലിക്കപ്പെട്ടതും തൃശൂർ സുരേഷ് ഗോപി എടുത്തതും. BJPയുടെ അടുത്ത ലക്ഷ്യം തൃശൂർ മാത്രമല്ല, കേരളത്തിലെ മറ്റു പലയിടത്തും അക്കൗണ്ട് തുറക്കും എന്നത് തന്നെ. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി എത്തിയതോടെ BJPയുടെ കേരളത്തിലെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാവുകയാണ്. കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിരുന്ന സമയത്ത് പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരുന്നുവെന്നും, എന്നാൽ രാജീവ് എത്തിയതോടെ കഥ ആകെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഒരു പുതിയ ആൾ കൂടി BJPയിലേക്ക് എത്തുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അടുത്ത സുഹൃത്തും ആനപ്രേമിയും കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരവുമായ ജയറാമാണ് BJPയിലേക്ക് എത്തുന്നത്. BJPയുടെ അടുത്ത വൃത്തങ്ങളാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ജയറാമിന് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ആഗ്രഹം. താരം സിനിമയിൽ നിലവിൽ വളരെ സെലക്റ്റീവായാണ് വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അഭിനയിക്കുന്നത്. എന്തായാലും ഇത്രയും നാൾ സിനിമയിൽ അഭിനയിച്ചു. ഇനി വേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണെന്നും അതിൻ്റെ ഭാഗമായാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാമെന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. കോൺഗ്രസിനേക്കാളും കമ്മ്യൂണിസ്റ്റിനേക്കാളും എന്തുകൊണ്ട് BJPയിൽ ചേരുന്നതാണ് നല്ലത് എന്ന കാഴ്ചപ്പാടാണ് ജയറാമിനെ BJPയിലേക്ക് അടുപ്പിക്കുന്നത്. കാരണം മോദി പറയുന്നത് ചെയ്യും, അക്കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറണമെന്ന ചിന്ത വന്നപ്പോൾ തന്നെ സുരേഷ് ഗോപിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു. ജയറാം സിനിമയിൽ കാണുന്ന ഒരു വ്യക്തിയല്ലെന്നും അദ്ദേഹത്തിന് ജീവിതത്തിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ജയറാമിന് അമിത വിനയമാണെന്ന് സോഷ്യൽ മീഡിയയിൽ പരക്കെ ഒരു സംസാരമുണ്ട്. ഒരു രാഷ്ട്രീയക്കാരന് ആവശ്യം വേണ്ടുന്ന ഒന്നാണ് വിനയം എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് നിൽക്കേണ്ടിടത്ത് നിൽക്കാനും ആരോട് എങ്ങനെ പെരുമാറണമെന്നും നന്നായി അറിയാം. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിലേക്കോ CPMയിലേക്കോ ഇപ്പോൾ ആളുകൾ പോകുന്നില്ല. എന്നാൽ എല്ലാവരും പോകുന്നത് BJPയിലേക്കാണ്. കാരണം BJPയുടെ ഭരണത്തോട് ആകൃഷ്ടരായതാണ് ഈ പാർട്ടിയിലേക്കുള്ള ആളുകളുടെ ചേക്കേറ്റം ഉണ്ടാകാൻ കാരണം. ഓരോ ദിവസവും കഴിയുന്തോറും BJP വളരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മറ്റു പാർട്ടികൾ. അതുകൊണ്ട് തന്നെ BJPക്കെതിരെ ദിനംപ്രതി എല്ലാ കഥകളുമായി പാർട്ടികൾ ഇറങ്ങുന്നത്. പക്ഷേ അതൊന്നും ഏശില്ല എന്നതാണ് സത്യം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.